ഒരു കാര്യം മനസ്സിലാക്കുക, ഈ CJ റോയ്ക്കെതിരെ ഇൻകം ടാക്സിൻ്റെ മറ്റു പല ഏജൻസികളുടെയും എൻക്വയറി നടക്കുന്നുണ്ട്. അതായത് സ്ട്രോങ് ആയിട്ടുള്ള എൻക്വയറി നടക്കുന്നുണ്ട്. അതിൻ്റെ പേരിൽ തന്നെ അദ്ദേഹം ഇൻകം ടാക്സിന്. എല്ലാവർക്കും നമസ്കാരം. വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട. CJ റോയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ എനിക്ക് വിമർശനങ്ങളാണ് കിട്ടിയിട്ടുള്ളത്. സത്യം തുറന്നു പറയാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ചെളിവാരി അടിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ അതൊന്നും കണ്ട് ഭയപ്പെടാണ്ട് സത്യമായി തന്നെ പറയാനേ ശ്രമിക്കത്തുള്ളൂ. ഒരുപാട് പേര് ചീത്ത വിളിക്കുന്നുണ്ട്, നീ എന്ത് തേങ്ങയാടാ പറയുന്നത്, നീ എന്ത് കണ്ടിട്ടാടാ പറയുന്നത് എന്നൊക്കെ. CJ റോയ്ക്ക് വേറെ ഭാര്യയില്ല, അങ്ങനെ പറ്റിയിട്ട് നീ എന്ത് അറിഞ്ഞിട്ടാടാ പറയുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മുടെ മലയാളികളുടെ ഇടയിൽ CJ റോയ് എന്ന് പറയുന്ന വ്യക്തിയെ പറ്റിയിട്ട് നല്ലൊരു ക്ലീൻ ഇമേജ് ആണ്. എന്നാൽ ബാംഗ്ലൂർ എന്ന് പറയുന്ന സ്ഥലത്തോട്ട് പോകുമ്പോൾ ആ ഇമേജ് നേരെ ഉൾട്ടടിച്ച് മറിയുകയാണ്. അവിടെ വേറൊരു രീതിയിലാണ് CJ റോയ് അറിയപ്പെടുന്നത് എന്നാണ് ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഏതോ ഒരു നമ്പൂതിരിയുടെ ഭാര്യയെ തട്ടിയെടുത്ത് അവരുടെ സ്വത്തുക്കളും അവരുടെ എന്തൊക്കെയോ എല്ലാം കൂടി തട്ടിയെടുത്ത് തട്ടിപ്പ് നടത്തിയിട്ടാണ് CJ റോയ് എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു സാമ്രാജ്യം പണിതെടുത്തതെന്നുള്ള ഒരു പറച്ചിലുണ്ട്. അതിലൊക്കെ എത്രത്തോളം സത്യമുണ്ടെന്ന് അറിയത്തില്ല. എന്നാൽ ഇതിന്റെയൊക്കെ സത്യം പുറത്തു വരണം. അതുപോലെ ഇത്രയും വലിയൊരു പണക്കാരൻ മില്യണറായിട്ട് നിൽക്കുന്ന CJ റോയ് എന്ന് പറയുന്ന വ്യക്തി സ്വയം ജീവൻ ഒടുക്കണമെങ്കിൽ അതിൻ്റെതായ റീസൺ ഉണ്ട്. ഈ ആപ്പ റൈഡ് വന്നെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ആ വ്യക്തി അങ്ങനെ ചെയ്യത്തില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്തോ നല്ല അജണ്ട ഉണ്ട്. ഇനി ഈ വ്യക്തി സ്വയം ജീവൻ ഒടുക്കിയതല്ല, കൊലപാതകമാണെന്നുള്ള രീതിയിലും സംശയങ്ങളില്ലാതില്ല. അതിന്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം. ആദ്യം ന്യൂസുകളിൽ വന്നത് തോക്കിന്റെ ഒച്ച കേട്ടിട്ട് എല്ലാവരും ഓടിക്കൂടി എന്നാണ് പറഞ്ഞത്. എന്നാൽ സൈലൻസർ ഘടിപ്പിച്ചിട്ടുള്ള തോക്കായിരുന്നെന്നും അതിൽ നിന്ന് സൗണ്ട് വരില്ല എന്നുള്ള കാര്യങ്ങൾ പിന്നെയാണ് പുറത്തു വന്നത്. അപ്പോൾ എങ്ങനെയാണ് ആദ്യം എല്ലാവരും തോക്കിന്റെ സൗണ്ട്, വെടിവെച്ചയുടെ സൗണ്ടും കേട്ട് ഓടിപ്പോയെന്നുള്ള ചോദ്യം ഒന്ന് നിൽക്കുന്നു. ഇനി തൊട്ടടുത്ത ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നിട്ട് 9 കിലോമീറ്റർ അപ്പുറത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ അവിടെ വീണ്ടും ദുരൂഹതയാണ് വരുന്നത്. ഇതൊക്കെ നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ നമ്മളെല്ലാം കൂടി വാരിയിട്ട് തെറി വിളിക്കുകയാണ്. എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ പറയും. അത് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ തെറി വിളിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയാം. എന്താണെന്ന് വെച്ചാൽ പറയാം, എനിക്കൊരു കുഴപ്പമില്ല. ഇനി ഞാൻ ആദ്യം ഒരു വീഡിയോ കൊടുക്കാം. അതായത് ഈ CJ റോയ് എന്ന് പറയുന്ന വ്യക്തിയുടെ ചടങ്ങുകൾ ഇന്നലെ നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും കൂടി ആ ചടങ്ങിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഭാര്യ കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ കൂളിംഗ് ഗ്ലാസ് വെച്ചതുകൊണ്ട് ഇവളുമാർക്കൊന്നും ഒരു സങ്കടമില്ല, അയാൾ ചത്ത് കിടക്കണ്, ആ സമയത്ത് കൂളിംഗ് ഗ്ലാസും വെച്ച് വരികയാണ് എന്നുള്ള രീതിയിലുള്ള സംസാരം. ആദ്യം ആ വീഡിയോ കാണാം. നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല, അവരുടെ കൂടെ നിൽക്കുന്ന മിക്ക ആൾക്കാരും കൂളിംഗ് ഗ്ലാസ് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മളെപ്പോലുള്ളവർക്കാണ് ഈ കൂളിംഗ് ഗ്ലാസ് ഒക്കെ എന്തോ വലിയ സംഭവം. എന്നാൽ അവരെ പോലുള്ളവർക്ക് അത് വെറും ഗ്ലാസ് ആണ്, അല്ലാണ്ട് അതിങ്ങനെ മരണത്തിന് വെച്ചുകൂടെ അങ്ങനത്തെ ഒരു ടൈപ്പിൽ അവർ ചിന്തിക്കുന്നില്ല. അല്ലെങ്കിൽ അങ്ങനെ അല്ല അവരുടെ കൾച്ചർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ നാട്ടിൽ കൂളിംഗ് ഗ്ലാസ് എന്ന് പറയുമ്പോൾ എന്തോ വലിയ സംഭവമാണ്, തള്ളേ കൂളിംഗ് ഗ്ലാസ് എന്നിങ്ങനെ അങ്ങനെ ചിന്തിക്കത്തുള്ളൂ. പിന്നെ അവരൊക്കെ ഈ പുറത്ത് നമ്മളെ പോലെ വെയിലത്തിറങ്ങി കഷ്ടപ്പെട്ടൊന്നും നടക്കുന്ന ടീംസ് അല്ല. വെയിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അവർക്കൊന്നും താങ്ങാൻ പറ്റത്തില്ല, അത് വേറെ സത്യം. അതുകൊണ്ട് തന്നെ അവരൊക്കെ പുറത്തിറങ്ങുന്ന സമയത്ത് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് തന്നെയായിരിക്കും നടക്കുന്നത്. കൂടെ നിൽക്കുന്നവരും തൊട്ട് പുറകെ നിന്ന് വരുന്ന എല്ലാവരും കൂളിംഗ് ഗ്ലാസ് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വലിയ ആനക്കാര്യമായിരിക്കും. അവരെ സംബന്ധിച്ചിട്ട് അത് ആനക്കാര്യമൊന്നുമല്ല. പക്ഷെ കമന്റ് ബോക്സുകളിൽ പൂരത്തെറിവിളി എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂരത്തെറിവിളി. ഞാൻ കുറച്ച് കമന്റ്സ് ഒന്ന് വായിക്കാം. കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് എങ്ങോട്ടാ, കല്യാണത്തിനാണ്. അതാണ് നമ്മുടെ ഇവിടുത്തെ ചിന്താഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് കല്യാണത്തിനും കൊലണ്ടിക്കും ഒക്കെ പോകുന്നതാണ്, അല്ലാതെ അടിയന്തരത്തിന് പോകത്തില്ല. അത് ഇവിടെ നമ്മളെ രീതികൾ അങ്ങനെയാണ്, നമ്മൾ വളർന്നത് അങ്ങനെയാണ്, നമ്മുടെ നാട്ടിൻ പുറത്തുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. പക്ഷെ അവരൊക്കെ അങ്ങനെയാണ് ഇടയിൽ വളർന്നത്. അവർ കൂളിംഗ് ഗ്ലാസ് വെച്ചൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഉറങ്ങുന്നത് തന്നെ. ആ സെറ്റപ്പിലാണ് അവരുടെയൊക്കെ ജീവിത രീതികൾ. അതുപോലെ പുറത്തിറങ്ങുന്ന സമയത്ത് കൂളിംഗ് ഗ്ലാസ് വെച്ച് പോയില്ലെങ്കിൽ അവർക്ക് മറ്റേ വെയിലടിച്ചൊക്കെ വിഷയങ്ങളൊക്കെ വരും. ആ ഒരു സെറ്റപ്പാണ് അവരൊക്കെ ജീവിത രീതി അങ്ങനെയാണ്. എന്തിന് നമ്മുടെ ശ്രീനിവാസൻ ചേട്ടൻ മരിച്ചു കിടന്ന സമയത്ത് രാജുവേട്ടനൊക്കെ കൂളിംഗ് ഗ്ലാസ് വെച്ചുകൊണ്ട് വന്നതിന് ഒരുപാട് വിമർശനങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ഐ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് വയ്ക്കുന്നു, നമ്മളിവിടെ പട്ടിഷോ കാണിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കുന്നു. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ, പണക്കാരുടെ സങ്കടവും ഹൈ ലെവൽ ആയിരിക്കും അല്ലേ, പാവപ്പെട്ടവർ ആയതിൽ എനിക്ക് സന്തോഷം തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു കമന്റ് ഉണ്ടായിട്ടുണ്ട്. അത് നമ്മുടെയൊക്കെ ചിന്താഗതിയുടെ ഒരു വിഷയമാണ്. ഇതിപ്പോ നാളെ മുതൽ എല്ലാവരും മരണ വീട്ടിൽ കൂളിംഗ് ഗ്ലാസും വെച്ച് പോയി കോട്ടൺ ടൈ ഇട്ട് പോയി നിൽക്കണമെന്നല്ല ഞാൻ പറയുന്നത്. നമ്മുടെ ഇവിടെ അത് വലിയൊരു സംഭവമാണ്. പക്ഷേ അവരുടെയൊക്കെ ഇടയിൽ അവരുടെയൊക്കെ സാധാരണ കോസ്റ്റ്യൂം, സാധാരണ രീതി ഇതൊക്കെയാണ്. അതങ്ങനെയാണ്. ഈ പറഞ്ഞതുപോലെ ഐ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും വയ്ക്കുന്നത്. അതിനാ നമ്മൾ ഇനിയിപ്പം കൂളിംഗ് ഗ്ലാസ് വെച്ച് വന്നു അങ്ങനെ ഇങ്ങനെയൊന്നും പറഞ്ഞ് തള്ളക്കുളിച്ചിട്ട് ഒരു കാര്യമില്ല. കല്യാണത്തിന് പോകാൻ വന്ന പോലെ
എന്ത് പറയാൻ, ഞാൻ ഒന്നും പറയുന്നത്, നമ്മളിത് ശ്രീനിവാസന്റെ കേസിൽ ഞാൻ ഒരുപാട് പറഞ്ഞതാണ്, ഈ കൂളിംഗ് ഗ്ലാസിന്റെയൊക്കെ കേസ്. ഇങ്ങനെയാണോ ദുഃഖിതർ ഉണ്ടാവുക? സിനിമ കാണാൻ പോകുന്ന പോലെ ഉണ്ടല്ലോ, ചിലർ അങ്ങനെ ആയിരിക്കും അല്ലേ? ഇത് കണ്ടിട്ട് വിഷമമുള്ള ഫീൽ പോലെ അല്ലല്ലോ. ഈ ദുഃഖം എന്ന് പറയുന്നതിന് ചില പരമ്പരാഗത പ്രകടനങ്ങളൊക്കെ ഉണ്ട്. നമുക്കതൊന്നും ഇല്ലാതെ സമചിത്തയോടെ മുടിയൊക്കെ ചീകി ഒതുക്കി വൃത്തിയായ വസ്ത്രം ധരിച്ച് തികഞ്ഞ പാകത്തോടെയുള്ള ഈ വരവ് സഹിക്കാനുള്ള ലോക വിവരവും സംസ്കാരവും ഒന്നും ഇന്നും നമുക്കില്ല എന്ന ദയനീയം സത്യം ആണ് പല കമന്റുകളിലും തെളിയുന്നുണ്ട്. ഞാൻ ഒരു കാര്യം പറയാം, നമുക്ക് വേണ്ടപ്പെട്ടവർ നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് ഈ പറയുന്ന പോലെ നമ്മുടെ നാട്ടിൽ കൂളിംഗ് ഗ്ലാസും വച്ച് നമുക്ക് ഈ കുളിച്ചൊരുങ്ങി പോകാനൊന്നും പറ്റത്തില്ല. നമ്മൾ തകർന്ന് തരിപ്പണമായിട്ടിരിക്കും, നമ്മൾ ഇരിക്കുന്ന വേഷത്തിൽ അങ്ങ് ഇരുന്നു പോകും. പക്ഷെ അവരൊക്കെ ഇരിക്കുന്ന വേഷങ്ങളെ ഇങ്ങനെയാണ്, മനസ്സിലായോ? അതും കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ നമ്മൾ വീട്ടിൽ കയ്യിൽ കൊടുത്ത് നടക്കുന്ന പോലെ അല്ലെങ്കിൽ നൈറ്റിയിട്ട് നടക്കുന്ന പോലെ ഒന്നും ആയിരിക്കത്തില്ല അവർ വീടുകളിലൊക്കെ ഇരിക്കുന്നത്. അവർ ആ ഒരു ലൈഫ് സ്റ്റൈലാണ്, അവർ ആ രീതിയിലാണ് ജീവിക്കുന്നത്. അത്രയും വലിയ കോടീശ്വരാണ്, ആ രീതിയിലാണ് അവരുടെ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അവർ ഇരുന്ന കോലത്തിൽ അവരിങ്ങ് വരികയാണ്. പിന്നെ വെളിയിൽ കൂടി നടക്കുന്ന സമയത്ത് വെയിലടിക്കുന്നുണ്ട്, അതുകൊണ്ട് കണ്ണിന് പ്രൊട്ടക്ഷനായിട്ട് അവർ ഗ്ലാസ് എടുത്ത് വയ്ക്കുന്നുണ്ട്. എന്നിട്ട് ബോഡിയുടെ അടുത്ത് വന്നിരിക്കുന്ന സമയത്ത് ഗ്ലാസ് എടുത്ത് തലയുടെ മേളിലോട്ടും വയ്ക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. പണക്കാർ മറ്റേ നിക്കർ ഇട്ട് കഴിഞ്ഞാൽ അത് പെർമൂട, നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ വള്ളി നിക്കർ, അതൊക്കെ ഉള്ളത് തിന്നടേ. അല്ലാണ്ട് അവർക്ക് സങ്കടമില്ല, അവരുടെ വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചിട്ട് അവർക്ക് സങ്കടമില്ല, ഇങ്ങനെയൊന്നും പറഞ്ഞ് കളിയാക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ലെങ്കിൽ അവരെ അതിൻ്റെ പേരിൽ അടിച്ചമർത്തേണ്ട കാര്യമൊന്നുമില്ല. അതെനിക്ക് ഫെയറായിട്ട് തോന്നിയിട്ടേ ഇല്ല. എന്തോ ഒരു സംഭവം പോലെയാണ് ആൾക്കാർ സംസാരിക്കുന്നത്, എന്തോന്നിടെ. ഇനി നമുക്ക് നേരെ വിഷയത്തിലോട്ട് വരാം, മെയിൻ വിഷയത്തിലോട്ട്. ഈ CJ റോയ് എന്ന് പറയുന്ന വ്യക്തിയെ പറ്റിയിട്ട് വേറൊരു വ്യക്തി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അതായത് ആ കാര്യങ്ങൾ കേട്ടപ്പോൾ ഞാനും ഇങ്ങനെ ഒണ്ടടിച്ചിരുന്നിട്ടുണ്ട്. എന്നാലും നമുക്കൊന്ന് കേട്ടു നോക്കാം. ഒരു കാര്യം മനസ്സിലാക്കുക, ഈ CJ റോയ്ക്കെതിരെ ഇൻകം ടാക്സിന്റെ മറ്റു പല ഏജൻസികളുടെയും എൻക്വയറി നടക്കുന്നുണ്ട്. അതായത് സ്ട്രോങ് ആയിട്ടുള്ള എൻക്വയറി നടക്കുന്നുണ്ട്. അതിൻ്റെ പേരിൽ തന്നെ അദ്ദേഹം ഇൻകം ടാക്സിന്റെ അപ്പലേറ്റ് അതോറിറ്റിയിലും മറ്റു പല ഏജൻസികളുമായും ബന്ധപ്പെട്ട് കത്തിടപാടും കേസുകളും ആ സംഭവങ്ങൾ ഒരു വശത്ത് നടക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ചോദിക്കാം, ഇന്ത്യയിൽ ഏതെങ്കിലും ബിസിനസ്സുകാരൻ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഉറപ്പായിട്ടും പറയും, ഇന്ത്യയിലെ പല നിയമങ്ങളും ഇപ്പം ബിസിനസ് ചെയ്ത് പണം ഉണ്ടാക്കുക എന്ന് പറയുന്ന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ സംഭവമൊന്നുമല്ല. അത് നോർമലായിട്ടുണ്ടാകുന്ന ഒരു സംഭവങ്ങൾ തന്നെയാണ്, പ്രത്യേകിച്ച് റിയൽ എസ്റ്റേറ്റിൽ പെട്ടെന്നാണ് പണം ഉണ്ടാകുന്നത്. പല ആൾക്കാരും അതിൻ്റെ അത് തകർന്നു പോയിട്ടുമുണ്ട്. പക്ഷേ ഇന്ത്യയിലെ പല നിയമങ്ങളും പല ബിസിനസ്സുകാർക്കും പല സന്ദർഭത്തിലും എതിരായിട്ട് വരാറുമുണ്ട്. ചില സന്ദർഭങ്ങളിൽ നിങ്ങൾക്കറിയാം, പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസും മറ്റുള്ള ഇൻഫ്ലുവൻസും ഉദ്യോഗസ്ഥരെ കൊണ്ട് പല കേസുകളും തേച്ചു മാറ്റി ഇല്ലാതാക്കുകയും ചെയ്തിട്ട്. കാരണം ഇന്ത്യയുടെ ജനാധിപത്യ വ്യവസ്ഥിതിയും ഇന്ത്യയുടെ ഒരു ബിസിനസിൻ്റെ എക്കോസിസ്റ്റം വെച്ച് പൊളിറ്റീഷ്യൻസുമായിട്ടും ബ്യൂറോക്രാസിയുമായിട്ടും ഒരുമിച്ച് പോയാൽ മാത്രമേ അവർക്ക് ബിസിനസ്സിനകത്ത് സക്സസ് ആകാൻ പറ്റുകയുള്ളൂ. അതവിടെ നിൽക്കട്ടോ. ഇനി അടുത്തൊരു പോയിന്റ്, ഈ CJ റോയ്ക്കെതിരെയുള്ള കേസുകൾ ഇടപാടിൻ്റെ കാര്യത്തിൽ മലയാളത്തിലെ പല ചാനലുകളൊക്കെ പറയുന്നുണ്ട്. അതിനകത്ത് കാരണം വളരെ ട്രാൻസ്പാരൻ്റ് ആയിരുന്നു. ചുമ്മാതെ ഒരു ബിസിനസ് ഹൗസും ഇന്ത്യയിൽ, ഇൻക്ലൂഡിങ് ടാറ്റ പോലും, ഞാൻ ഈ പറയുന്നത് രത്തൻ ടാറ്റയുടെ മറ്റുള്ളവരുടെ കാര്യമൊന്നുമല്ല, ഇന്ത്യയിലെ ഒരു ബിസിനസ് ഹൗസും, അതായത് നല്ലൊരു ബിസിനസ് ഹൗസും 100% ട്രാൻസ്പെറൻ്റ് ആയിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റില്ല. 100% പറ്റുന്ന കാര്യമേ അല്ല. അതിനകത്ത് പല രീതിയിലുള്ള തരികിടയും പരിപാടികളൊക്കെ, ഇത്ര പെർസെൻറ്റേജ് വെച്ച് അവിടെ കമ്മീഷൻ, ഇവിടെ കമ്മീഷൻ, അത് കൊടുക്കണം, ഇത് കൊടുക്കണം. ഇതൊക്കെ ഇന്ത്യയിലെ ബിസിനസ് ചെയ്യുന്നവർക്ക് അറിയാവുന്ന വസ്തുത തന്നെയാണ്. ഇവിടെ ഞാൻ റോയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ചില ഉദ്യോഗസ്ഥന്മാരുമായിട്ട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്, റോയിയുടെ ചില പണമിടപാടുകൾ വിദേശത്തു നിന്നും അതേപോലെ സ്വദേശത്തു നിന്നും പലയിടത്തുമായിട്ട് അദ്ദേഹം നടത്തിയ ചില ഫണ്ടിങ്ങിനകത്ത് ദുരൂഹതയുണ്ട്. അതിനകത്ത് സസ്പീഷ്യസ് ആയിട്ടുള്ള പല പരിപാടികളുണ്ട്. അപ്പം അതുമായി ബന്ധപ്പെട്ട പല ചോദ്യങ്ങളും റോയിയുടെ മുമ്പിൽ പല ഡോക്യുമെൻ്റ്സ് ആയിട്ട് പല പ്രാവശ്യവും റോയി അപ്പലേറ്റ് അതോറിറ്റിക്ക് മുമ്പിലും ഇൻകം ടാക്സിൻ്റെ ഒഫീഷ്യൽസിൻ്റെ മുമ്പിലും അവരുടെ ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് പലതിനകത്തും പ്രോപ്പറായിട്ട് ഉത്തരം കൊടുക്കുവാൻ CJ റോയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ഇതൊരു സത്യാവസ്ഥ തന്നെയാണ്. അപ്പം ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചിലർ പറയുന്നത്,
അതായത് റോയിയുടെ കയ്യിൽ സ്ലോവാക്യ എന്ന് പറഞ്ഞ ഒരു രാജ്യത്തിൻ്റെ, അതായത് ഈസ്റ്റേൺ യൂറോപ്യൻ രാജ്യത്തിൻ്റെ കോൺസുലേറ്റ് ജനറൽ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് അദ്ദേഹം പണം കൊടുത്താണ് വാങ്ങിയിരിക്കുന്നത്. മനസ്സിലാക്കുക, ഞാൻ ഈ ഡൽഹി ജേർണലിസത്തിലെ ആയുധ വ്യാപാര സംഭവം, അതായത് കപടതകൾ, അത് അന്വേഷിച്ച ഒരു ജേർണലിസ്റ്റാണ്. നിങ്ങൾക്കറിയാം തെഹൽക്ക ഇഷ്യൂ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ ഡൽഹിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വലിയ കിങ് പിൻസ്, അതായത് വലിയ ആയുധ ഇടപാട് നടത്തുന്ന എല്ലാ ആളുകളും, ഇപ്പോൾ സുധീർ ചൗധരി ആണെങ്കിലും ബിപിൻ ചന്ദ് ആണെങ്കിലും, അങ്ങനെ നമ്മൾ നമ്പർ ഓഫ് ആൾക്കാരെ എടുക്കുകയാണെങ്കിൽ ഇവർക്കൊക്കെ തന്നെ ഒരു ഇൻ്റർനാഷണൽ ബോഡിയുടെ സപ്പോർട്ടുണ്ട്. അതായത് ഇവരൊക്കെ തന്നെ ഈ പല ചെറുതും വലുതുമായിട്ടുള്ള പല രാജ്യങ്ങളുടെയും, അതായത് പ്രത്യേകിച്ച് ഈസ്റ്റേൺ യൂറോപ്പും ആഫ്രിക്കൻ രാജ്യങ്ങളിലെയൊക്കെ കോൺസുലേറ്റ് ജനറൽ പോസ്റ്റ് ഇവർ പണം കൊടുത്തിങ്ങ് വാങ്ങും. അതായത് അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്, ഞാൻ ഈ അന്ന് അന്വേഷിച്ച സമയത്ത് 2001 അന്വേഷിച്ച സമയത്ത് ഏകദേശം $2 ലക്ഷം കൊടുക്കേണ്ടത്. 2 മില്യൺ അല്ല, 2 ലക്ഷമാണ് 2001-2002 ഈ രാജ്യങ്ങളിലെ പൊളിറ്റീഷ്യൻസിന്, അവിടെ ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള ആളുകൾക്ക് ഈ പണം കൊടുത്തിട്ടാണ് ഇവർ ഈ പോസ്റ്റ് എടുക്കുന്നത്. ഇതിനകത്ത് പ്രത്യേകിച്ച് കാര്യമായ സംഭവമൊന്നുമില്ല. അവരുടെ ഓഫീസിൽ ഇരുന്ന് തന്നെ അവർക്ക് പ്രവർത്തിക്കാം. അതായത് അവരുടെ ഓഫീസിനകത്ത് തന്നെ അവരിരിക്കുന്നത് കോൺസുലേറ്റിൻ്റെ ഓഫീസാണ്. അതോടുകൂടി അവർക്ക് ഡിപ്ലോമാറ്റിക് പാസ്പോർട്ടാണ് ഇഷ്യൂ ചെയ്യുന്നത്. അതായത് ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി ഇവർക്കുണ്ടാകും. ഇതോടുകൂടി ഇവർക്കെതിരെയുള്ള എയർപോർട്ടിൽ വലിയ ചോദ്യങ്ങളും പരിപാടികളും ഒന്നുമില്ല. ഡിപ്ലോമാറ്റിക് ഗേറ്റിൽ കൂടെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഇവർക്ക് പോകാനും വരാനും സാധിക്കും. കസ്റ്റംസിൻ്റെ ചെക്കിംഗ് ഒന്നുമില്ല. അതേപോലെ തന്നെ ഇവർക്കെതിരെ വരുന്ന ചെറിയ മറ്റുള്ള സംഭവങ്ങളുമായി ബന്ധപ്പെട്ട ചെറിയ ഫിനാൻഷ്യൽ ഡീൽസും പരിപാടികളൊക്കെ ഈസി ആയിട്ട് ഇവേഡ് ചെയ്യാൻ സാധിക്കും. ഒരു കാര്യം മനസ്സിലാക്കുക, ഇതേപോലെയുള്ള ആളുകൾ, അതായത് തരികിടയമായിട്ട് മില്യൺസും ബില്യൺസിൻ്റെ ഇടപാടുകൾ നടത്തുന്നവർ, ഇത് മേടിച്ചു വെച്ചിരിക്കുന്ന അവരുടെ ഒരു സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടും, രണ്ടാമത് സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഇവരെ അങ്ങനെ ഏജൻസികളൊന്നും തൊടാൻ പറ്റില്ല. അതിൻ്റെ കാര്യമുണ്ട്. കാരണം ഇവരുടെ ചുറ്റും ഈ പറയുന്ന ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി ഉണ്ട്. ഇവർക്ക് ഗ്ലോബലായിട്ട് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. കാരണം ഈ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റുള്ള ഏജൻസികൾക്കൊന്നും കാര്യമായ ഡോക്യുമെൻസും പ്രശ്നങ്ങളുമായിട്ട് ഇവരെ അപ്രോച്ച് ചെയ്യാനും പറ്റത്തില്ല. കാരണം ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി വിയന്ന കരാറുമായി ബന്ധപ്പെട്ട അതിൽ ഇന്ത്യ ഒപ്പുവെച്ചിട്ടുണ്ട്. അതിൻ്റെ പേരിലാണ് ഈ ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി ഇവർക്ക് കിട്ടുന്നത്. അപ്പോൾ റോയിയുടെ കയ്യിൽ ഈ സ്ലോവാക്യൻ രാജ്യത്തിൻ്റെ കോൺസുലേറ്റ് ജനറൽ പോസ്റ്റ് വെച്ചിട്ട് അദ്ദേഹം പണമിടപാട് നടത്തിയെന്നാണ് ഇൻകം ടാക്സുകാർ പറയുന്നത്. അതിനകത്ത് പല ഇടപാടുകളും ദുബായ് ചാനൽ ചെയ്ത് അത് എൻറൂട്ട് ചെയ്തു. അത് പലയിടത്തും ഇൻവെസ്റ്റ് ചെയ്ത് ഇതിൻ്റെ പണത്തിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് എവിടെയാണെന്ന് പറയുവാൻ റോയി പറഞ്ഞിട്ടില്ല. ഓക്കെ, ഇദ്ദേഹം പറയുന്നതിൽ എവിടെയൊക്കെ കഴമ്പുള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്ത് കൊടുത്തത്. ഇപ്പോൾ റോയ് എന്ന് പറയുന്ന വ്യക്തി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് പാവങ്ങളെ സഹായിച്ചിട്ടുണ്ട്, ഒക്കെ നല്ലതാണ്. പക്ഷേ നിങ്ങൾ ഒന്ന് ആലോചിക്കണം, ഒറ്റ പോയിന്റ് ആലോചിക്കണം. ചീത്ത വിളിക്കാൻ നിൽക്കുന്നവരാണ് ആലോചിക്കേണ്ടത്. ഈ IT റെയ്ഡിനെ തുടർന്നിട്ട്, കേവലം ഒരു IT റെയ്ഡിനെ തുടർന്നിട്ട്, അല്ലെങ്കിൽ ഫൈൻ അടിച്ചോ എന്തോ വോട്ടവർ എങ്ങനെയെങ്കിലും എല്ലാം ഫൈനിലെങ്കിലും തീർക്കാം എന്നുള്ളൊരു വകുപ്പാണല്ലോ. ആ ഒരു കേവലം ഒരു IT റെയ്ഡിനെ പേടിച്ചിട്ട് റോയ് എന്ന് പറയുന്ന ഇത്രയും കൊക്കോഡീഷനായിട്ടുള്ളൊരു വ്യക്തി സ്വയം ജീവൻ ഒടുക്കുമോ? ഇനി സ്വയം ജീവൻ ഒടുക്കിയെങ്കിൽ പുറത്തു വരാൻ പാടില്ലാത്ത എന്തോ വലിയ രഹസ്യം, അത് പലതുമാകാം, എന്തുമാകാം, ഏതുമാകാം, അങ്ങനെ എന്തോ വലിയൊരു രഹസ്യം എവിടെയോ മൂടി മറഞ്ഞിരിപ്പുണ്ട്. അത് ചിലപ്പോൾ റോയോടങ്ങ് തീരണമായിരിക്കും. എന്തായാലും ഇത്രയും വലിയ ആഡംബര ജീവിതം, ഇത്രയും വലിയ ആഡംബര കാറുകൾ, കോടികൾ സമ്പാദ്യം, ഇതിൻ്റെയൊക്കെ ആ ഒരു ഒഴുക്ക് എവിടെ നിന്നാണെന്നൊക്കെ ഉള്ള സോഴ്സുകളൊക്കെ കണ്ടുപിടിച്ച് വരുമ്പോൾ റോയ് എന്ന് പറയുന്ന വ്യക്തിക്ക് എന്തെങ്കിലും ഇല്ലീഗൽ ഇടപാടുകൾ ഉണ്ടെങ്കിൽ നാളെ ചിലപ്പോൾ ഇത് പുറത്തു വന്നു കഴിഞ്ഞാൽ
ഈ കാര്യങ്ങളെല്ലാം തക്കതായ രീതിയിൽ പേപ്പറും എല്ലാം പുറത്തായി ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ താൻ ഈ രാജ്യത്തിനെതിരെ തന്നെ പ്രവർത്തിച്ച ഒരാളെന്നൊക്കെ ഉള്ള രീതിയിൽ എന്തെങ്കിലും ആരോപണങ്ങൾ വന്നാലോ എന്നൊക്കെ പേടിച്ചിട്ടും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കടുങ്കൈ ചെയ്തേക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും റോയിയുടെ വായിൽ നിന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്ത് തീർത്തതുമാകാം. കുറെ ദുരൂഹതകളുണ്ട്. പ്രത്യേകിച്ച് ഇതിൽ നമ്പർ 1 ദുരൂഹത നിൽക്കുന്നത് തൊട്ടടുത്ത ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നിട്ട് അവിടെ കൊണ്ടുപോകാതെ 9 കിലോമീറ്റർ അപ്പുറത്ത് കൊണ്ടുപോയി. അത് തന്നെ നമ്പർ 1 ദുരൂഹതയാണ്. എമർജൻസി ആയിട്ട് ഒരാളുടെ ജീവൻ രക്ഷിക്കുകയല്ലേ അടുത്തുള്ള ഹോസ്പിറ്റലിലല്ലേ കൊണ്ടുപോകത്തുള്ളൂ. അത് കൊണ്ടുപോയിട്ടില്ല. അവിടെ തന്നെ വൻ ദുരൂഹത കിടക്കുകയാണ്. നമ്മളിത് പറയുമ്പോൾ നമ്മളെ ചീത്ത വിളിക്കും. ഇനി റോയെ കുറിച്ചിട്ടുള്ള മറ്റൊരു വീഡിയോ ഞാനൊന്ന് കൊടുക്കാം. ഇന്ത്യക്കാരിൽ ചുരുക്കം ചിലർക്ക് മാത്രം സ്വന്തമായുള്ള ബുഗാട്ടി അടക്കം റോൾസ് റോയ്സ്, ഫെറാറി, ലംബോർഗിനി എന്നിങ്ങനെ എക്സോട്ടിക് കാറുകളുടെ ശേഖരത്തിൽ പേരുകേട്ട വ്യവസായ പ്രമാണി CJ റോയിയുടെ അപ്രതീക്ഷിത വിയോഗം വാർത്തകളിൽ നിറയുമ്പോൾ ഒന്നുമല്ലാതിരുന്നിടത്ത് നിന്ന് വൻ കാർ ശേഖരത്തിന്റെ അധിപനായി മാറിയ ആ വിജയകഥയും ഓർമ്മയിലേക്ക് കടന്നുവരും. സ്കൂൾ പഠനകാലത്ത് ഒരു കാർ ലോഞ്ച് കാണാനായി ഷോറൂമിലെ തിരക്കിനിടയിൽ ഇടിച്ചു കയറിയ പയ്യനോട് സ്കൂൾ ബാഗും തൂക്കി നടക്കുന്ന നീ എങ്ങനെ കാറ് വാങ്ങുമെന്ന് ചോദിച്ചു പുറത്താക്കിയ സെക്യൂരിറ്റിയായിരുന്നു കാർ എന്ന മോഹത്തിന്റെ ആദ്യ കാരണക്കാരൻ. തന്റെ ആഡംബര കാർ ശേഖരത്തിന് പിന്നിലെ കാരണത്തെക്കുറിച്ച് ഒരു അഭിമുഖത്തിൽ CJ റോയ് തന്നെ ഓർത്തെടുത്ത സംഭവമായിരുന്നു ഇത്. അന്ന് അയാൾ ഉറപ്പിച്ചു പൈസ ഉണ്ടാക്കി ഒരുപാട് കാർ വാങ്ങണമെന്ന്. ആ പയ്യൻ പിന്നീട് 36-ാം വയസ്സിൽ സ്വന്തമായൊരു വിമാനം തന്നെ സ്വന്തമാക്കി. ആദ്യ വാഹനമായ മാരുതി 800 വിൽക്കേണ്ടി വന്നെങ്കിലും പിന്നീട് 10 ലക്ഷം മുടക്കി അത് സ്വന്തമാക്കി. പിന്നീടുണ്ടായത് ആരും കൊതിക്കുന്ന നേട്ടം. 14 വർഷത്തിലേറെയായി അദ്ദേഹത്തിന്റെ ശേഖരത്തിലെ പ്രധാനിയാണ് ബുഗാട്ടി വെയ്റോൺ. ഏകദേശം 11 കോടി രൂപയ്ക്ക് മുകളിൽ വില വരുന്ന ഈ ഹൈപ്പർ കാറിന് മണിക്കൂറിൽ 400 കിലോമീറ്ററിൽ കൂടുതൽ വേഗത കൈവരിക്കാൻ കഴിയും. അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹത്തിലെ ഏറ്റവും പുതിയ ഒന്നാണ് അൾട്രാ ലക്ഷറി ഓൾ ഇലക്ട്രിക് കൂപ്പയായ റോൾസ് റോയ്സ് സ്പെക്ട്ര. ഏകദേശം 10 കോടി രൂപയോളമാണ് ഇതിന് ചെലവ് വരുന്നത്. വളരെ അപൂർവമായ റോൾസ് റോയ്സ് മോഡൽ, റോൾസ് റോയ്സ് ഫാൻറ്റം 8 മോഡൽ ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ കളക്ഷനിലുണ്ട്. 2025-ലാണ് ഫാൻറ്റം 8 സ്വന്തമാക്കി റോൾസ് റോയ്സിന്റെ എണ്ണം 12ആക്കി അദ്ദേഹം ഉയർത്തിയത്. ലംബോർഗിനിയുടെ ഏറ്റവും പുതിയ വേരിയന്റും GMC ഹമ്മർ EVയും ബെന്റ്ലി ഫ്ലൈയിങ് സ്പെറും കൂടാതെ ഫെറാറി 458, കൊയിനെക്സെക് അഗേര R തുടങ്ങി വളരെ സിമ്പിളായ മാരുതി സുസുക്കി 800 വരെ അദ്ദേഹത്തിന്റെ കളക്ഷനിലുണ്ട്. 13 ലക്ഷത്തിലധികം പേർ പിന്തുടരുന്ന സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ സജീവമായിരുന്നതിനാൽ അദ്ദേഹത്തിന്റെ കാറുകൾ, ഗോൾഫിംഗ്, കായിക അഭിനിവേശം, വ്യക്തിഗത ജീവിതം എന്നിവയെല്ലാം മലയാളികൾക്ക് സുപരിചിതമാണ്. റിപ്പബ്ലിക് ദിന സന്ദേശമായിരുന്നു സാമൂഹിക മാധ്യമ അക്കൗണ്ടിലെ അവസാന പോസ്റ്റ്. റിയാലിറ്റി ഷോയ്ക്ക് സമ്മാനമായി ഫ്ളാറ്റ് നൽകാമെന്ന വ്യത്യസ്തമായ ആശയവും അദ്ദേഹത്തിൻ്റെതാണ്. സ്വപ്നങ്ങൾ കാണാൻ മാത്രമല്ല നേടിയെടുക്കാൻ കൂടിയുള്ളതാണെന്ന ആദർശമാണ് റോയിയുടെ വിജയത്തിന് പിന്നിൽ. ദീർഘവീക്ഷണത്തോടെയാണ് തന്റെ ബിസിനസ് സാമ്രാജ്യം അദ്ദേഹം കെട്ടിപ്പടുത്തത്. അതിനാൽ എവിടെയാണ് പാളിപ്പോയതെന്ന് ഇപ്പോഴും ചോദ്യചിഹ്നമായി നിൽക്കുന്നു. ഏതൊരു സാധാരണക്കാരനായ വ്യക്തിയും ആഗ്രഹിക്കുന്ന ജീവിതത്തിന്റെ 100 മടങ്ങ് അപ്പുറം സക്സസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ റോയ് എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം എന്തുകൊണ്ട് ഇങ്ങനൊരു കടുങ്കൈ ചെയ്ത് ഭയങ്കര വലിയ ചോദ്യചിഹ്നമാണ്. ഈ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം. ഇങ്ങനൊരു കടുങ്കൈ ചെയ്തതാണോ തീർത്തതാണോ ഒന്നും പിടിയില്ല. പല ആരോപണങ്ങളാണ് വരുന്നത്, പല ദുരൂഹതകളാണ് വരുന്നത്, പല റൂമേഴ്സാണ് വരുന്നത്. എന്തൊക്കെയാണ് വരുന്നതെന്ന് പോലും പിടിയില്ല. അമ്മാതിരി രീതിയിലാണ് ഓരോ കാര്യങ്ങൾ കാട്ടിക്കൂട്ടി വെച്ചിട്ടുള്ളത്. ഇതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം. ഇതൊരു ആപ്പ ഉപ്പ കേസായിട്ട് വിടേണ്ട കാര്യം അല്ല. ഇതിന്റെ പിന്നിൽ റോയ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഭാഗത്ത് എന്തെങ്കിലും വലിയ മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ അതും പുറത്തു കൊണ്ടുവരണം. എന്തോ ഇത് കണ്ടിട്ട് ഇവിടെ നിന്ന് നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു പക്ഷേ റോയ് എന്ന് പറയുന്ന വ്യക്തി ജീവിച്ചിരുന്നെങ്കിൽ ഇന്ന് വേറെ ലെവലിൽ ചിലപ്പോൾ ആ വ്യക്തിയെ പറ്റിയിട്ട് വേറെ ലെവലിൽ ന്യൂസിൽ ചർച്ച ആയേനെ. അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ഒരുപക്ഷെ ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്തെങ്കിൽ ചെയ്തത്. അല്ലെങ്കിൽ വേറെ ആരെയൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്വയം ജീവൻ ഒടുക്കിയതാവാം, അല്ലെങ്കിൽ തീർത്തതാവാം, എന്തുമാകാം. പക്ഷെ ഇവിടെ ദുരൂഹത വീണ്ടും വീണ്ടും നിലനിൽക്കുന്നത് അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയാതെ 9 കിലോമീറ്റർ അപ്പുറത്ത് കൊണ്ടുപോയിരിക്കണം. എമർജൻസിയാണ്. അതാണ് വിഷയം. അതൊരു വിഷയമാണ്. പിന്നെ എല്ലാവരും തോക്കിന്റെ സൗണ്ട് കേട്ട്, വെടിയൊച്ചയുടെ സൗണ്ട് കേട്ട് ഓടിക്കൂടി എന്ന് പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല. സൈലൻസർ യൂസ് ചെയ്ത് സൗണ്ടേ ഇല്ല. അങ്ങനെയാണ് പോയിരിക്കുന്നത്. അവിടെ എല്ലാം ദുരൂഹതകൾ വീണ്ടും വീണ്ടും നിൽക്കുകയാണ്. പിന്നെ നെറ്റിയിലാണ് ഷൂട്ട് ചെയ്യേണ്ടത്, നെഞ്ചത്താണ് ചെയ്തത്. അതും ദുരൂഹത. അങ്ങനെ മൊത്തത്തിൽ ദുരൂഹത നിറഞ്ഞാണ് നിൽക്കുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ പുതിയ വീഡിയോ ആയിട്ടാണ്.